നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ തിരികെ നാട്ടിലെത്തി. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം പ്രത്യേകമായി ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് എത്തിയത്. അദ്ദേഹം ആരാധകർക്കെല്ലാം നന്ദി പറഞ്ഞു. ആരാധകരോട് പറയാൻ വാക്കുകളില്ല. ടീമിലുള്ളപ്പോഴും മോശം ഫോമിലുള്ളപ്പോഴും ഒക്കെ ആരാധകരാണ് കൂടെ നിന്നത്. തൻ്റെ ഭാര്യ എപ്പോഴും തന്നെക്കുറിച്ചുള്ള റീൽസും മറ്റ് സന്ദേശങ്ങളും തനിക്ക് അയച്ചു തരാറുണ്ട്, തന്നെ കാണിക്കാറുണ്ട്. പലപ്പോഴും കണ്ണ് നിറഞ്ഞു പോകും അത് കാണുമ്പോൾ എന്നാണ് സഞ്ജു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കളിയിൽ പല മാറ്റങ്ങളും താൻ വരുത്തി. ഒരു കാലത്ത് വലിച്ചടിച്ച് ഭയങ്കരമായി അടിച്ച് റണ്ണ് നേടാൻ നോക്കി, അത് നടന്നില്ല. അതുകൊണ്ടാണ് ശൈലി മാറ്റിയത്. അതിന് ശൈലി മാറ്റാൻ നിർബന്ധിതനാവുകയായിരുന്നു. വീഴ്ചകളിൽ നിന്ന് പഠിക്കുക എന്നത് പ്രധാനമാണല്ലോ എന്നാണ് ഇതിന് മറുപടിയായിട്ട് സഞ്ജു പറഞ്ഞത്. ഇതിന് കാരണമായി സഞ്ജു പറഞ്ഞത് 2020 ലോകകപ്പിന് മാത്രമായി ഒരു പ്രത്യേക ഗെയിം പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചു. 1 മാസത്തോളമായി തൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫോണിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിന്നു. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ബഹളങ്ങളിൽ ഒന്നും ഏശിയില്ല. അത് വലിയ ഗുണം ചെയ്തു എന്നാണ് സഞ്ജു പറയുന്നത്. മനസ്സൊന്ന് പാളിയപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെയാണ് വിളിച്ചത് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. സച്ചിൻ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും നൽകി, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. എല്ലാ നിലയിലുമുള്ള ഏത് സാഹചര്യത്തിലും കളിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു തന്നു. ഒപ്പം ഫൈനലിൻ്റെ തലേ ദിവസം രാത്രി പോലും അദ്ദേഹം വിളിച്ചിരുന്നു എന്നും സഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ സച്ചിൻ്റെ വലിയ സഹായമുണ്ടായി എന്നും സഞ്ജു പറയുന്നു. എന്തായാലും മലയാളി സൂപ്പർ താരം സഞ്ജു നാട്ടിലെത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 100 കണക്കിന് ആരാധകർ വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരുന്നു. മന്ത്രി വി ശിവൻകുട്ടിയും എ റഹീം MP സഞ്ജുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലുണ്ടായിരുന്നു. എന്തായാലും ഉഗ്രൻ ഈ 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിൽ ഇന്ത്യയെ ജയിപ്പിക്കുന്നതിൽ നിർണായക സംഭാവന നൽകിയ സഞ്ജു സാംസൺ തിരിച്ച് നാട്ടിലെത്തി. ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നത്.